DCB മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതങ്ങളെല്ലാം റേഷൻ കടകളിൽ സ്റ്റോക്ക് എത്തിയതോടെ റേഷൻ വിതരണം സജീവമായിരിക്കുകയാണ്. ഇനി 8 ദിവസം കൂടി മാത്രമേ ഉള്ളൂ എന്നതിനാൽ റേഷൻ കടകളിൽ നല്ല തിരക്കിനും കഴിഞ്ഞ മാസ അവസാനത്തെ പോലെ സെർവർ തകരാറിനും സാധ്യതയുണ്ട്. റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ച മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ സെർവർ തകരാറായാലും ഫോണിൽ വരുന്ന OTP നൽകി റേഷൻ വാങ്ങി പോരുവാൻ സാധിക്കും. പരമാവധി ഏറ്റവും അവസാന ദിനങ്ങളിലേക്ക് പോകാതെ നേരത്തെ തന്നെ വാങ്ങുവാൻ ശ്രമിക്കുക. ഏപ്രിൽ റേഷൻ ഒരാഴ്ചയോളം വൈകിയാണ് തുടങ്ങിയതും മാർച്ച് മാസത്തെ റേഷൻ ഒട്ടേറെ പേർക്ക് നഷ്ടപ്പെട്ടിരുന്നു. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ഏപ്രിൽ 26 തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ റേഷൻ കാർഡ് ഉടമകൾക്കെതിരെയുള്ള പല നടപടികളും സംസ്ഥാനത്ത് പുനരാരംഭിക്കും. ഇലക്ഷൻ കാലം ആയതുകൊണ്ടും ഉദ്യോഗസ്ഥർ ഇലക്ഷൻ ഡ്യൂട്ടിയിലായതുകൊണ്ടെല്ലാമാണ് ചില നടപടികൾ നിർത്തിവെച്ചിരുന്നത്. ആദ്യത്തേത് കേന്ദ്ര സർക്കാർ 5 വർഷത്തേക്ക് സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചതോടെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുവാൻ ഒട്ടേറെ പേരാണ് ശ്രമിക്കുന്നത്. അതേസമയം തന്നെ മഞ്ഞ പിങ്ക് കാർഡുള്ള പലരും റേഷൻ വാങ്ങാതെ ഇരിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തുടർച്ചയായി റേഷൻ വാങ്ങാതിരിക്കുന്ന മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകൾ പിടിച്ചെടുത്ത് അവരെ വെള്ളക്കാർഡിലേക്ക് മാറ്റുവാനാണ് നടപടി വരുന്നത്. ഇങ്ങനെ പിടിച്ചെടുക്കുന്ന മഞ്ഞ പിങ്ക് കാർഡുകളിലേക്ക് അതിന് അപേക്ഷ നൽകിയവരിൽ അർഹരെ ഉൾപ്പെടുത്തും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നീലക്കാർഡിലേക്ക് പുതിയതായി ആരെയും മാറ്റുന്നില്ല എന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തുടർച്ചയായി 3 മാസത്തിലധികം റേഷൻ വാങ്ങാതിരുന്ന 60,000-ൽ പരം മഞ്ഞ പിങ്ക് നീല കാർഡുകാരെയാണ് വെള്ളക്കാർഡിലേക്ക് മാറ്റിയത്. ഇലക്ഷന് ശേഷം നിർത്തിവെച്ചിരുന്ന AAY മഞ്ഞ PHH പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളുടെ EKYC മസ്റ്ററിങ്ങും ഉടൻ ആരംഭിക്കും. മെയ് മാസത്തിൽ ആരംഭിക്കുമെന്നാണ് സൂചനകൾ. ജൂൺ മാസത്തിൽ വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുൻപായി പരമാവധി വിദ്യാർത്ഥികളുടെയെല്ലാം മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സഹായിക്കുകയാണ് ലക്ഷ്യം. ഇലക്ഷനുമായി ബന്ധപ്പെട്ട തിരക്കുകളിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടതിനാലാണ് ഏപ്രിലിൽ മസ്റ്ററിംഗ് തുടങ്ങാത്തതിന് കാരണം. മെയ് മാസത്തിൽ മസ്റ്ററിംഗ് തുടങ്ങുന്ന തീയതി ഔദ്യോഗികമായി ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. സർക്കാർ പറയുന്ന കാലാവധിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ ആനുകൂല്യം നഷ്ടമാകുന്നതാണ്. അതുപോലെ അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വയ്ക്കുന്നു എന്ന് വലിയ തോതിൽ പരാതികളും പൊതുവിതരണ വകുപ്പിന് മുൻപിൽ എത്തിയിട്ടുണ്ട്. പരാതികളിൽ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ അതുപോലെ റേഷനിംഗ് ഇൻസ്പെക്ടർമാർ തുടങ്ങിയവർ വീടുകളിലെത്തി പരിശോധന നടത്തുകയും അനർഹരെന്ന് കണ്ടെത്തിയാൽ മുൻഗണനാ കാർഡ് പിടിച്ചെടുത്ത് അവർ അതുവരെ വാങ്ങിയ സൗജന്യ റേഷന്റെ മാർക്കറ്റ് വിലയും പലിശയും പിഴയായി ഈടാക്കുകയും ചെയ്യുന്നതാണ്. ആലപ്പുഴ ജില്ലയിൽ മാത്രം ഏതാനും നാളുകൾക്കകം 10,000 മുൻഗണനാ കാർഡുകളാണ് പിടിച്ചെടുത്തത്. മറ്റു പല ജില്ലകളിലും ഇത്തരം നടപടികൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇലക്ഷനോടടുപ്പിച്ച് ഏതാനും മാസമായി ഇത്തരം പരിശോധനകൾ ഉണ്ടായിരുന്നില്ല. അടുത്ത ആഴ്ച ഇലക്ഷൻ കഴിയുന്നതോടെ വീട് കയറിയുള്ള ഇത്തരം പരിശോധനകൾ വീണ്ടും ആരംഭിക്കുന്നതാണ്. അതിനാൽ അനർഹമായി ഇപ്പോഴും മുൻഗണനാ കാർഡ് കൈവശമുള്ളവർ അത് തിരികെ ഏൽപ്പിച്ച് വെള്ളക്കാർഡിലേക്ക് മാറുന്നത് പിഴശിക്ഷ ലഭിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായിക്കും. അനർഹരെ കണ്ടെത്തി ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടിയാണ് കേന്ദ്ര സർക്കാർ ആധാർ അധിഷ്ഠിത EKYC അപ്ഡേഷൻ മുൻഗണനാ കാർഡുകാർക്ക് നടപ്പിലാക്കുന്നത്. പഴയതുപോലെ അനർഹമായി മുൻഗണനാ കാർഡിൽ തുടരുവാൻ കാർഡിലെ മുഴുവൻ അംഗങ്ങളുടെയും ആധാർ അപ്ഡേഷൻ മസ്റ്ററിംഗ് നടത്തുന്ന ഇനിയുള്ള കാലത്ത് സാധിക്കുകയില്ല. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.